ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, സൂര്യൻ അത്യന്തം വലിയ ഒരു നക്ഷത്രമാണ്. ഭൂമിയേക്കാൾ ഏകദേശം 3 ലക്ഷം മടങ്ങ് കൂടുതൽ മാസ് അതിനുണ്ട്. അത്ര ശക്തമായ ഗുരുത്വാകർഷണമുള്ളപ്പോൾ ഭൂമി എന്തുകൊണ്ട് നേരെ സൂര്യനിലേക്ക് വീഴുന്നില്ല? എന്തുകൊണ്ട് അത് നിരന്തരം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു? ഈ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കാൻ ആദ്യം ഒരു ചെറിയ തെറ്റ് തിരുത്തണം. ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതോടൊപ്പം ഭൂമി സ്വന്തം അച്ചുതണ്ടിലും ചുറ്റിത്തിരിയുന്നു. നമ്മൾ പകലും രാത്രിയും അനുഭവിക്കുന്നത് ഈ കറക്കത്തിന്റെ ഫലമാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സൂര്യനെ ചുറ്റുന്ന യാത്രയെക്കുറിച്ചാണ്. ആദ്യം ഒരു പ്രധാന സത്യം മനസ്സിലാക്കണം. ഭൂമി യഥാർത്ഥത്തിൽ സൂര്യനിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഒരിക്കലും സൂര്യനെ തൊടുന്നില്ല. ഇത് കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നാം. പക്ഷേ യൂണിവേഴ്സിലെ എല്ലാ ഓർബിറ്റുകളുടെയും പിന്നിലെ രഹസ്യം ഇതുതന്നെയാണ്. സൂര്യന്റെ ഗുരുത്വാകർഷണം ഭൂമിയെ തന്റെ ഭാഗത്തേക്ക് ശക്തമായി വലിക്കുന്നു. അതേസമയം ഭൂമിക്ക് ഒരു വലിയ മുന്നോട്ടുള്ള സഞ്ചാരവേഗമുണ്ട്. ഈ രണ്ടു പ്രവണതകൾ തമ്മിലുള്ള സമതുലിതാവസ്ഥയാണ് ഓർബിറ്റ്. ഭൂമി സൂര്യനെ ചുറ്റി ഏകദേശം സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ വേഗം വളരെ വലിയതാണ്. ഈ മുന്നോട്ടുള്ള വേഗമില്ലായിരുന്നെങ്കിൽ സൂര്യന്റെ ഗുരുത്വാകർഷണം ഭൂമിയെ നേരെ വലിച്ചിഴച്ചു കൊണ്ടുപോയേനെ. അതേസമയം ഈ വേഗം കുറച്ചു കൂടുതലായിരുന്നെങ്കിൽ ഭൂമി സൂര്യന്റെ ആകർഷണത്തിൽ നിന്ന് ഒഴിഞ്ഞ് സ്പേസിലേക്ക് അകന്നുപോയേനെ. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഭൂമി സൂര്യനിലേക്ക് വീഴുന്നു, പക്ഷേ ഓരോ നിമിഷവും മുന്നോട്ട് നീങ്ങുന്നതിനാൽ അത് എല്ലായ്പ്പോഴും സൂര്യനെ മെസ് ചെയ്യുന്നു. ഇതാണ് ഓർബിറ്റ്. ഇപ്പോൾ ഒരു വലിയ ചോദ്യമുണ്ട്. ഭൂമിക്ക് ഈ മുന്നോട്ടുള്ള വേഗം എവിടെ നിന്നാണ് കിട്ടിയത്? ഇതിന് ഉത്തരമറിയാൻ നമുക്ക് ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾ പിന്നിലേക്ക് പോകണം. ആ സമയത്ത് സൂര്യനും ഗ്രഹങ്ങളും ഉണ്ടായിരുന്നില്ല. പകരം ഗ്യാസും ഡസ്റ്റും നിറഞ്ഞ ഒരു വലിയ റൊട്ടേറ്റിംഗ് ക്ലൗഡ് മാത്രമുണ്ടായിരുന്നു. ഇതിനെ സോളർ നെബ്യുലർ എന്ന് വിളിക്കുന്നു. ഈ ക്ലൗഡ് സ്വന്തം ഗുരുത്വാകർഷണത്തിന്റെ കാരണം ചുരുങ്ങാൻ തുടങ്ങി. ചുരുങ്ങുമ്പോൾ അത് കൂടുതൽ വേഗത്തിൽ സ്പിൻ ചെയ്യാൻ തുടങ്ങി. ഒരു സ്കേറ്റ് ചെയ്യുന്ന ആൾ കൈകൾ അടുക്കുമ്പോൾ കൂടുതൽ വേഗത്തിൽ തിരിയുന്നതുപോലെ. മധ്യത്തിൽ സൂര്യൻ രൂപപ്പെട്ടു. ബാക്കിയുള്ള മെറ്റീരിയൽ ഒരു വലിയ ഡിസ്കായി ചുറ്റി. ആ ഡിസ്കിൽ നിന്നാണ് പിന്നീട് ഗ്രഹങ്ങൾ രൂപപ്പെട്ടത്. അതിനാൽ ഗ്രഹങ്ങൾ രൂപപ്പെട്ട നിമിഷം മുതൽ അവ ഇതിനകം സഞ്ചാരത്തിലായിരുന്നു. ആ മോഷൻ ഇന്നും തുടരുകയാണ്. സ്പേസിൽ ഫ്രിക്ഷൻ ഇല്ല എന്നത് വളരെ പ്രധാനമാണ്. ഭൂമിയുടെ സഞ്ചാരത്തെ സ്ലോ ഡൗൺ ചെയ്യാൻ അവിടെ വായുവോ മറ്റോ ഇല്ല. അതിനാൽ ഒരിക്കൽ കിട്ടിയ മോഷൻ ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടും തുടരുന്നു. ഇത് ന്യൂട്ടണിന്റെ ഫസ്റ്റ് ലോയിന്റെ ഒരു മനോഹരമായ ഉദാഹരണമാണ്. ഒരു വസ്തു സഞ്ചാരത്തിലാണെങ്കിൽ പുറത്തുനിന്ന് ഒരു ഫോഴ്സ് തടയുന്നതുവരെ അത് സഞ്ചാരത്തിൽ തുടരും. ഇപ്പോൾ ഭൂമി സൂര്യനിലേക്ക് നേരെ വീഴാതെ അതിനെ ചുറ്റി ഒരു സ്ലൈറ്റ്ലി എലിപ്റ്റിക്കൽ പാത്തിൽ സഞ്ചരിക്കുന്നു. ഇവിടെ മറ്റൊരു മനോഹരമായ സത്യമുണ്ട്. ഓർബിറ്റ് എന്നത് ഒരു സ്റ്റാറ്റിക് ബാലൻസ് അല്ല, അതൊരു കണ്ടിന്യൂസ് ഫോൾ ആണ്. ഭൂമി ഓരോ നിമിഷവും സൂര്യനിലേക്ക് വീഴുന്നു, പക്ഷേ അതിന്റെ സൈഡ്വേസ് വെലോസിറ്റി കാരണം അത് എല്ലായ്പ്പോഴും മുന്നോട്ടു പോകുന്നു. ഇതൊരു കല്ല് ഒരു കയറിൽ കെട്ടി വട്ടത്തിൽ ചുറ്റുന്നതുപോലെ ചിന്തിക്കാം. കയർ ഗ്രാവിറ്റി പോലെയാണ്, കല്ലിന്റെ സ്പീഡ് ഇനേർഷ്യ പോലെയും. വേഗം കുറച്ചാൽ കല്ല് നിങ്ങളുടെ കൈയിലേക്ക് വരും. വേഗം വളരെ കൂടുതലായാൽ കയർ പൊട്ടും. ശരിയായ വേഗം ലഭിച്ചാൽ അത് സ്ഥിരമായി ചുറ്റും. സൂര്യനും ഭൂമിയും തമ്മിൽ ഒരു നിശബ്ദ കോസ്മിക് ഡാൻസ് നടക്കുകയാണ്. ഗുരുത്വാകർഷണം ഭൂമിയെ അകത്തേക്ക് വലിക്കുന്നു. അതിന്റെ സഞ്ചാരവേഗം ഭൂമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനാലാണ് ഭൂമി സൂര്യനിലേക്ക് വീഴാത്തത്. അത് രക്ഷപ്പെടുന്നുമില്ല, അത് തുടർച്ചയായി വീഴുന്നു. പക്ഷേ ഓരോ തവണയും സൂര്യനെ മെസ് ചെയ്ത് മുന്നോട്ടു പോകുന്നു. അടുത്ത തവണ നിങ്ങൾ സൂര്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂമി വെറും സ്പേസിൽ തങ്ങിനിൽക്കുന്നില്ല എന്ന് ഓർക്കൂ. അത് അതിശയകരമായ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. നാം എല്ലാവരും ആ മഹത്തായ യാത്രയിലെ യാത്രക്കാരാണ്, അറിഞ്ഞില്ലാതെ, നിശബ്ദമായി, പക്ഷേ അത്യന്തം കൃത്യമായ ഫിസിക്സ് നിയമങ്ങൾ അനുസരിച്ച്.